ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച്. ഞാൻ വീണ്ടും ഒരു നെക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഇതാ ഫുൾ ഫില്ല് ചെയ്തൊരു നെക്കിന് എങ്ങനെ ലൈനിങ് അറ്റാച്ച് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം തന്നെ ഇതാ ലൈനിങ്ങിനെ രണ്ടാക്കി മടക്കി വെച്ച് കൊടുക്കുക. അപ്പം ലൈനിങ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്ത് തന്നെ നെക്ക് ഒഴികെ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഇതാ ഫ്രണ്ട് പോർഷനിലെ അത് കറക്റ്റ് ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം കറക്റ്റ് നെക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ പുറമേ മാർക്ക് ചെയ്ത് കൊടുക്കണേ. കറക്റ്റ് നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതാ നോക്കിയേ 1/4 ഇഞ്ച് പുറത്തേക്ക് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ തയ്യൽ തുമ്പാണേ. നോക്കിയേ ഇതാ ചുറ്റും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെൻസിലുകൊണ്ട് കറക്റ്റ് തെളിയുന്നില്ല. ഇതാ ഒന്നും കൂടി വേറൊരു മെത്തേഡും കൂടി കാണിച്ചു തരാം. ഇതാ ഇത് നോക്കിയേ പൈപ്പിംഗ് എല്ലാം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. അതിന് ഇതിപ്പോൾ ഞാൻ ആദ്യം മാർക്ക് ചെയ്തതാണ് അവിടെ കാണുന്നത്. ഇതാ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത ഒരു ലൈനിങ് പീസാണ് ഇത്. അതിൻ്റെ മുകളിലേക്ക് ഈ നമ്മുടെ മെയിൻ ടോപ്പ് പീസില്ലേ അത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വെക്കുന്നേരം ഇപ്പോൾ സെൻറ്റർ ഞാനിപ്പോൾ ലൈനിങ്ങിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തെന്നാലും കറക്റ്റ് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അത് ഷോൾഡർ കറക്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. രണ്ട് വശവും ഷോൾഡറും ആം ഹോളല്ലേ ഇല്ലേ കറക്റ്റ് വെച്ചതിന് ശേഷം നെക്ക് കറക്റ്റ് കിട്ടും. എന്നിട്ട് അതിന് ശേഷം നെക്ക് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രയാണോ ഉള്ളത് അത്ര തന്നെ കറക്റ്റ് ആദ്യം ഒന്ന് വരഞ്ഞു കൊടുക്കണേ. ചുറ്റും ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതാ നോക്കിയേ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തയ്യൽ തുമ്പും വരഞ്ഞു കൊടുക്കണേ. നമ്മൾ കട്ട് ചെയ്യുന്ന നേരം ഈ തയ്യൽ തുമ്പിലൂടെ വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കറക്റ്റ് നെക്ക് മാർക്ക് ചെയ്ത് അതിലൂടെ കട്ട് ചെയ്യാൻ പാടില്ല. എക്സ്ട്രാ തയ്യൽ തുമ്പിട്ടിട്ടില്ലേ അതിലൂടെ വേണം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ റൗണ്ട് നെക്കാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ റൗണ്ടും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു വി ആയിട്ട് താഴെയും കൂടി വി ഫോം ചെയ്യുന്നില്ല അല്ല വിയും കൂടി വരുന്നില്ലേ. ഈ ഒരു നെക്കായതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നേരം കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിക്കണേ. എന്നിട്ട് നോക്കിയതാ തയ്യൽ തുമ്പിൽ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്. തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ലേ ഈ ഒരു മാർക്ക് ചെയ്തതിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ള നമ്മൾ ആദ്യം കറക്റ്റ് നെക്കിൻ്റെ മാർക്ക് ചെയ്ത് അതിന് പുറമേ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തു. ഇത്ര വരെ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് അധിക പേർക്ക് അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നെക്ക് ചെയ്യുന്നത്. എന്നിട്ട് നോക്കി ഇതാ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഇതാ ഈ നമ്മുടെ മെയിൻ ക്ലോത്തിടെ വെച്ച് നോക്കുന്നുണ്ട്. ഇതാ നോക്കിയാൽ ചുറ്റും തയ്യൽ തുമ്പ് അവിടെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയേ ഈ ലൈനിങ്ങിൻ്റെ ഇടത്ത് വശത്തേക്ക് നമ്മുടെ വലത്ത് വശത്തുള്ള ഇതില്ലേ നമ്മുടെ മെയിൻ ക്ലോത്ത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശം തന്നെയാണ്. നല്ല വശത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ നല്ല വശം ഓക്കെ നല്ല വശത്തേക്ക് നെക്കിൻ്റെ ഇതാ കറക്റ്റ് ഇത് ഞാൻ വെച്ചിട്ട് കാണിച്ചാൽ പറയുന്നത് കറക്റ്റ് ഇട്ടില്ല. നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിലുള്ളത് ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ വലത് അടുത്ത് എന്നെല്ലാം പറയുന്നത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. ഇതാ നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടില്ലേ ഈ നെക്ക് കറക്റ്റ് ആദ്യം വരഞ്ഞ് വെച്ചിട്ടില്ല. ആ വരയിലേക്ക് നമ്മൾ കാൽത്തുമ്പ് തയ്യൽ തുമ്പ് ഈ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാക്കിയിട്ട് വെച്ചിട്ട് ഈ നെക്ക് കറക്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ ഇപ്പുറത്തെ സൈഡിലേക്ക്. അപ്പോൾ രണ്ടും അപ്പുറവും ഇപ്പുറവും മാറ്റിയിട്ട് വെച്ച് കൊടുക്കുന്നതെന്നുള്ളൂ. പക്ഷേങ്കിൽ നെക്കിൻ്റെ വശം ഇപ്പുറത്തെ സൈഡിലേ വേണ്ട ഈ സ്റ്റിച്ച് ചെയ്യുന്നേരം കേട്ടോ. ഇത് നോക്കിയേ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പൈപ്പിംഗ് അല്ലേ വരുന്നത്. അപ്പോൾ പൈപ്പിങ്ങിൻ്റെ ഈ ഒരു ഗ്യാപ്പില്ലേ ആ ഗ്യാപ്പ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് ആ കോർണർ എത്തിക്കഴിഞ്ഞാൽ വി അല്ലേ താഴെ വരുന്നത് ആ ഒരു കോർണർ എത്തിക്കഴിഞ്ഞാൽ സൂചി അവിടെ കുത്തി വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ വീൻ്റെ ആ ഒരു കോർണറിന് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ സൂചി കുത്തി വെച്ചിട്ട് ഇതാ ഇങ്ങോട്ടേക്കൊന്ന് മാറ്റിയിട്ട് നമ്മൾ എന്താ പറയുക പെൻസിൽ കൊണ്ട് ആദ്യം മാർക്ക് ചെയ്ത് ആ കറക്റ്റ് ആ മാർക്കിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അളവായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്യുന്നേരം ചിലയിടത്ത് തയ്യൽ തുമ്പ് കൂടുതലുണ്ടാവും, ചിലയിടത്ത് തയ്യൽ തുമ്പ് കുറവായിരിക്കും. അപ്പോൾ എന്താവും ഫുൾ അളവിൽ ഒരു മാറ്റം വരും. നമ്മളിപ്പോൾ നിവർത്തി വെക്കുന്നേരോ ലൈനിങ് ചിലപ്പോൾ ചെറുതാവാൻ സാധ്യതയുണ്ട്. ആ ഒരു രീതി വരും കേട്ടോ. ഇതാ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതാ നിവർത്തി കഴിഞ്ഞാൽ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലേ. ഇതിന് മുമ്പേ ഞാൻ ചുരിദാർ സ്റ്റിച്ചിങ് ഇട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നെക്കിൻ്റെ മാത്രം വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതറിയാത്തവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സ്ലീവിന് ഞാൻ ചെറിയ ലേസെല്ലാം വെച്ചിട്ട് ഭംഗി കൂട്ടിയിട്ടുണ്ട്. ഇത് പ്ലെയിൻ സ്ലീവ് ആയിരുന്നു. അപ്പോൾ സ്ലീവിനും അതുപോലെ പാൻറ്റിനും കൂടി ഇതുപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ആക്കുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.